അപ്പോൾ അതിനകത്ത് ദേശീയപാത അതോറിറ്റിയാണ് അതിനകത്ത് ഇന്നലെ കോടതിയിൽ ഹാജരായത്. സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നുമല്ല, ദേശീയപാത അതോറിറ്റി തന്നെയാണ് ഇതിലെ ഉത്തരവാദി എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോറിറ്റിയുടെ കുറ്റസമ്മതം, ഹൈക്കോടതിയിൽ പോയി അവർ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട വാർത്ത, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്, അതിലേക്കാണ് പോകുന്നത്. വീഴ്ച പറ്റി, ഞാൻ ആദ്യം മാതൃഭൂമിയിലേക്ക് പോകാം. വീഴ്ച പറ്റി എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. ഏതാണ്ട് എല്ലാ പത്രങ്ങളുടെയും, ദേശാഭിമാനിയും വീക്ഷണം ഒഴികെയുള്ള എല്ലാ പത്രങ്ങളുടെയും ഒന്നാമത്തെ വാർത്ത, പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും ഈ ദേശീയപാതയുടെ അതിലെ തകർച്ചയും ദേശീയപാത അതോറിറ്റിയുടെ ഹൈക്കോടതി നടത്തിയ കുറ്റസമ്മതമാണ്. ദേശീയപാത അതോറിറ്റിയുടെ കുറ്റസമ്മതം രൂക്ഷ വിമർശനമായി ഹൈക്കോടതി. രണ്ട് കാര്യങ്ങളാണത്. ഒന്ന്, അത് മനോരമയും മാതൃഭൂമിയും കൊടുത്തിട്ടുണ്ട് ഒന്നാം പേജിൽ തന്നെ. ഹൈക്കോടതിയിൽ ഒരു ചോദ്യം, റോഡ് നിർമ്മാണത്തിൽ നിങ്ങൾ വിദഗ്ധരാണ് എന്നാണല്ലോ മുൻപ് പറഞ്ഞിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ മറുപടി ഇങ്ങനെയാണ്: ചിലപ്പോഴൊക്കെ പിഴവ് പറ്റാറുണ്ട്. ഇത് മനോരമയും മാതൃഭൂമിയും ഒന്നാം പേജിൽ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷേ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ദേശീയപാത അതോറിറ്റിയാണ് ഇക്കാര്യത്തിൽ, ദേശീയപാത അതോറിറ്റിയാണല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെമ്പാടും റോഡുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വലിയ റോഡുകൾ ഉണ്ടാക്കുന്നത്, ദേശീയപാതകൾ ഉണ്ടാക്കുന്നത്. അവർക്ക് പിഴവ് പറ്റാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മിടുക്കരാണല്ലോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പിഴവ് പറ്റാറുണ്ടെന്ന് അവർ സമ്മതിച്ചു. ആ പിഴവാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ കൂരിയാടും പിന്നെ കാസർഗോട്ടും കോഴിക്കോട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം കാണാൻ. അത് മാത്രമല്ല, പിന്നീടും വളരെ വിശദമായി മാതൃഭൂമി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനോരമ കുറച്ചും കൂടി പോയിന്റുകൾ ഇട്ട് പറഞ്ഞ് ഞാനൊന്ന് വായിക്കാം. ദേശീയപാത തകർച്ച സ്ഥിതി അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി, ഈ പണി പറ്റില്ല എന്നാണ് മനോരമ പറയുന്നത്. വീഴ്ച പറ്റിയെന്നൊരു പ്ലെയിൻ ഹെഡിങ്ങാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. പക്ഷേ മനോരമ പറയുന്നത് ഈ പണി പറ്റില്ല എന്നാണ്. അത് ഹൈക്കോടതി പറഞ്ഞതായിട്ടാണ് പറയുന്നത്.